ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംകോമിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എംകോമിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള MCO1 ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. ഫസ്റ്റത്തെ ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷണൽ തിയറിനെ കുറിച്ചിട്ടും അതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഓർഗനൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് 4 M's such as men, money, material and machinery to accomplish the goal of a firm. ഒരു ഫേമിൻ്റെ ഗോൾ, ഇപ്പം ഓരോരോ ഫേമിന് ഓരോരോ ഗോൾസ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ടൈം ഗോൾസ് ഉണ്ടാവുക പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക. ഒരു ടാർഗറ്റ്, ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോളായിട്ട് വരിക. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആ ഒരു ഓർഗനൈസേഷനിലുള്ള മെൻ, മണി, മെറ്റീരിയൽ ആൻഡ് മെഷീനറി. മെൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മെൻ പവർ എന്നാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെയും ആ ഒരു ഓർഗനൈസേഷൻ്റെ മണി, ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റലും ആ ഒരു ഓർഗനൈസേഷനിലുള്ള മെറ്റീരിയൽസും മെഷീനറീസും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ ആണ്. ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പീപ്പിൾസും കൂടെ ആ ഒരു ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി എല്ലാ ഒരു ഓർഗനൈസേഷൻ ഈ 4 എംസും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രോസസ്സാണ് ഓർഗനൈസേഷൻ പ്രോസസ്സ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ പീപ്പിൾസും ഒരു കോമൺ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വർക്ക് ടു ബി പെർഫോംഡ്, defining and delegating responsibility and authority and establishing relationships for the purpose of enabling people to work most effectively together in accomplishing objectives. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ്. അതൊരു ഡെഫിനിഷനായിട്ട് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഡെഫിനിഷനായിട്ട് കൊടുത്തേക്കുന്നതാണ്. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വർക്ക് ടു ബി പെർഫോംഡ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു വർക്ക് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഗ്രൂപ്പിംഗ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഇനേബിളിംഗ് പീപ്പിൾ ടു വർക്ക്. വർക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ വർക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വർക്കിനെ ഡിഫൈൻ ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുകയും ആ റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ചിട്ട് അതോറിറ്റി തീരുമാനിച്ച് അവരെ അതിനുള്ള റിലേഷൻഷിപ്പ്, ഇപ്പം എംപ്ലോയി CEO റിലേഷൻഷിപ്പ്, എംപ്ലോയി ടീം ലീഡർ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള അതോറിറ്റി കൊടുത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന്, പീപ്പിൾസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും കൂടെയാണ് ആ ഒരു പ്രോസസ്സാണ്. ടു മോസ്റ്റ് എഫക്റ്റീവ്ലി ടുഗദർ ഇൻ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൂയിസ് അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുടെ ഒരു
ഡെഫിനിഷൻ ആണിത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഡെഫിനിഷന് ബൈഹാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എഴുതാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഈ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കാം. ഇനി ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ലൈൻ ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, തേർഡ് വൺ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഫോർത്ത് വൺ മെട്രിക്സ് ഓർഗനൈസേഷൻ, ഫിഫ്ത്ത് വൺ പ്രൊജക്ട് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. സിമ്പിളായിട്ടും പഴയ കാലം മുതലേ ഒരു ഓർഗനൈസേഷനിൽ നടന്നു വരുന്നതുമായിട്ടുള്ള ഒരു ടൈപ്പാണ് ഇത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്കെയിലാർ മിലിറ്ററി ഓർ ഡിവിഷണൽ ഓർഗനൈസേഷൻ. സ്കെയിലാർ മിലിറ്ററി ആൻഡ് ഡിവിഷണൽ ഓർഗനൈസേഷൻ എന്നും കൂടെ ഈ ഒരു ലൈൻ ഓർഗനൈസേഷൻ അറിയപ്പെടുന്നുണ്ട്. അതോറിറ്റി ഫ്ലോസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിന്ന് ബോട്ടത്തിലോട്ട് വെർട്ടിക്കലി ഫ്ലോ ചെയ്യുന്നതിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഓർഗനൈസേഷനെ വെർട്ടിക്കലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ബോട്ടം ലെവലിലുള്ള ആൾക്കാർ, മേലെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ, അങ്ങനെ വെർട്ടിക്കലി ഉള്ള അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്കെയിലാർ പ്രിൻസിപ്പിൾ. സ്കെയിലാർ പ്രിൻസിപ്പിൾ എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷന് ബേസ് ചെയ്തിട്ടുള്ളത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഫിക്സ്ഡ്. റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഓരോരോ ലെവലിലുള്ള ആൾക്കാർ, ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്കുള്ള റെസ്പോൺസിബിലിറ്റി ഫിക്സ്ഡ് ആയിരിക്കും, ബോട്ടം ലെവലിലുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയും ഫിക്സ്ഡ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഫിക്സ്ഡ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ഈസ് ക്വൈറ്റ് ഫാസ്റ്റ്. കാരണം ടോപ്പ് ലെവലും ബോട്ടം ലെവലും മാനേജ്മെന്റും പിന്നെ എംപ്ലോയീസ് 2 ലെവലിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഇടയിൽ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ഇതൊരു വലിയ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ എന്തായാലും പോസിബിൾ ആവൂല. കാര്യം അവർക്കിടയിൽ ടീം ലീഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. ഒരു മാനേജ്മെന്റിലുള്ള ആൾക്കാർക്ക്, മാനേജ്മെന്റിൽ നമുക്കറിയാലോ ഒരു നിശ്ചിത ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ ആൾക്കാർക്ക് ഇത്രയും വലിയൊരു കമ്പനി ആവുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റലുണ്ടാവില്ല. അപ്പം ഇത് ഭയങ്കര ഫ്ലെക്സിബിള് കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് ഇൻഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ റിജിഡ്, കർക്കശമുള്ള ഒരു കാര്യമാണ്. കാര്യം മാനേജ്മെന്റ് ഡയറക്റ്റ് എംപ്ലോയീസിന് ഇടപെടുന്ന സമയത്ത് അത് ഭയങ്കര കർക്കശകരമായി പാലിക്കപ്പെടേണ്ട ഒരു ടൈപ്പാണ് ലൈൻ ഓർഗനൈസേഷൻ. ഇപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇതാണ് പറയുന്നത്. ജനറൽ മാനേജർ, പിന്നെ അതിന്റെ താഴെ അതിന്റെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് മാനേജർ, ഫോർമാന്, വർക്ക്മാന്. ഫോർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള സെക്ടർ, പിന്നെ വർക്ക്മാൻ അതിന്റെ ഏറ്റവും ബോട്ടം ലെവലിലുള്ളതാണ്. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇത് ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു പിക്ചർ നമ്മൾ എന്തായാലും മനസ്സിൽ കൊണ്ടുവരണം. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് എന്തായാലും എഴുതാനായിട്ട് നോക്കാട്ടോ. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. This type of organization is same as line organization, but only staffs are added to each level. ലൈൻ ഓർഗനൈസേഷന്റെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഓരോരോ ലെവലും, ഇപ്പൊ ഇതിൽ നമുക്ക് ഓരോരോ ലെവൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഓരോരോ ലെവലിലും ഓരോരോ സ്റ്റാഫ്സ് ആഡഡ് ആയിട്ടുണ്ടാവും. സ്റ്റാഫ്സ് ആക്ട് ആസ് ഹെൽപ്പ് ദ മാനേജേഴ്സ് ടു ക്യാരി ഔട്ട് ദെയർ ഫങ്ഷൻസ്. ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, മാനേജേഴ്സിന്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർലി നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ.
അപ്പോൾ ഇതാണ് മറ്റേതിലുള്ള അതേപോലെ തന്നെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ. ഇതിൻ്റെ താഴെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ മാനേജേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ താഴെ ഉണ്ടാവും സ്റ്റാഫ്. ഇതൊക്കെ ഈ ഒരു മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സേഫ്റ്റീൻ്റെ താഴെ സേഫ്റ്റി ഓഫീസർ, പേഴ്സണൽ മാനേജറിൻ്റെ താഴെ ലേബർ വെൽഫെയർ വർക്കേഴ്സ്, അപ്പോഴും ഒരു സ്റ്റാഫ്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റാഫ്സിനെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഓരോരോ ഡിവിഷനിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ആകെ ലിമിറ്റഡ് ലെവൽസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ലെവൽസ് കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവരെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റാഫ്സ്, ഇപ്പം അക്കൗണ്ടൻസ്, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ് എന്നൊക്കെ പറയുമ്പം നമ്മൾ പറയുമ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിലും വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100-110 ആൾക്കാരുണ്ടാവും ഒരു വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ. അപ്പൊ ഇത് എല്ലാം കൂടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജറിനെ നോക്കി നടത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു സ്റ്റാഫ് ഉണ്ടാവും. അതാണ് ഈ ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇത് കുറച്ചും കൂടെ വലിയ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് ഇംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ടാവുക. പിന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, തേർഡ് ആണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദ ഹോൾ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് ഫങ്ഷൻസ്. എല്ലാ വർക്കും ഡിഫറെന്റ് ഫങ്ഷൻ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും. ഈച്ച് ഫങ്ഷൻ പെർഫോംഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ്. ദർ ഈസ് ഫങ്ഷണൽ ഹെഡ് who is in charge of the respective department. ഓരോരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും അതാത് ഫങ്ഷണൽ ഹെഡുകളായിരിക്കും. ഈ ഫങ്ഷണൽ ഹെഡുകൾ എല്ലാവരും അവരുടെ ആ ഒരു ഹെഡിന്റെ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ വർക്കും, ഇപ്പൊ ഓരോരോ വർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഒരു ഫങ്ഷണൽ ഹെഡ് ഉണ്ടാവും. ആ ഒരു ഫങ്ഷണൽ ഹെഡ് ആ ഒരു ഫങ്ഷനിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മെട്രിക്സ് ഓർഗനൈസേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻ ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് to more than one supervisor or manager. ഒരു ഇൻഡിവിജ്വലിന് ഒന്നിൽ കൂടുതൽ ഒരു വർക്കറിന് ഒന്നിൽ കൂടുതൽ സൂപ്പർവൈസറോ മാനേജറോ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ where diverse product lines exist. Employees work with colleagues of different departments who are experts in their respective fields. They develop team spirit in it is very complex structure. കോംപ്ലക്സ് സ്ട്രക്ചർ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. പക്ഷെ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. ദ ഡൈവേഴ്സ് പ്രൊഡക്റ്റ്, ഇപ്പൊ എംപ്ലോയീസ് അവരുടെ കൊളീഗ്സിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആൾക്കാരുടെ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും കൊളീഗ്സ് ആയിട്ട്. അതാത് ഫീൽഡിൽ അവര് എക്സ്പേർട്സും ആയിരിക്കും. ഓരോരോ ടീം സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ജനറൽ മാനേജർ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രൊഡക്ഷന്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അതേപോലെ R&D മാനേജർ. ഇപ്പോൾ ഇതിൽ വരുന്നത് പ്രൊജക്ട് എയിലുള്ള മാനേജർ, ഇതൊരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ ഗ്രൂപ്പും ഫിനാൻസ് ഗ്രൂപ്പും മാർക്കറ്റിംഗ് ഗ്രൂപ്പും പേഴ്സണൽ ഗ്രൂപ്പും, ഈ 4 ഗ്രൂപ്പിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഒരേ കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഓരോരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഈ ഒരു മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മെട്രിക്സ് രീതിയിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഉള്ളത് കേട്ടോ. പിന്നെ പ്രൊജക്ട് ഓർഗനൈസേഷൻ. പ്രൊജക്ട് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എ ടീം ഓഫ് വർക്കേഴ്സ് ഈസ് ഫോംഡ്. ദേ ആർ സെലക്ടഡ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓരോരോ ഓർഗനൈസേഷനിലുള്ള വാരിയസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. they work together a complete particular project within a time frame. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഒരു ടൈം പീരീഡിനാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദ ടീം വർക്ക് അണ്ടർ ലീഡർഷിപ്പ് പ്രൊജക്ട് മാനേജർ. ആ ഒരു പ്രൊജക്ട് മാനേജറിന്റെ ലീഡർഷിപ്പിന്റെ അണ്ടറിലായിരിക്കും ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്.